അപ്പൊ നമ്മുടെ തൊട്ട് താഴത്തെ അമ്പലത്തിൽ നിന്ന് നമുക്ക് വിളക്കാണ് കേട്ടോ. ഇവിടെ ഒരാളുടെ ബർത്ത്ഡേ ആണ്, ഇന്ന് വിളക്കുവാണ്. അമ്മാമ്മയുടെ നാളൊക്കെ വരുന്നോണ്ട് ഇന്നാണ് വിളക്ക് വരുന്ന ദിവസം കേട്ടോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഗസ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ എല്ലാവരും കൂടി നിന്നാണ് വിളക്കെല്ലാം ഫുള്ള് കത്തിക്കുന്നുണ്ട്. അപ്പൊ ധ്യാനൂസും ചേട്ടനും ഒക്കെ ആയിട്ട് ഞാനും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടി നിന്ന് അമ്പലത്തിൽ വന്ന എല്ലാവരും ആൾക്കാരും നിന്ന് ഒരുമിച്ച് നിന്ന് വിളക്കെല്ലാം കത്തിക്കുന്നത് ദീപാരാധനയ്ക്ക് മുന്നേ ആയിട്ട്. അപ്പൊ ഞാനും ഒക്കെ കത്തിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതും വിളക്ക് കത്തിക്കുന്നതും കൂടെ ആയപ്പോഴത്തേക്ക് രണ്ട് സ്ഥലത്തോട്ടായി പോയതാണ് ഗൈസ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് വിളക്കെല്ലാം ഫുള്ള് കത്തിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതുപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ വിളക്കും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു വൈബായി. ഈ വിളക്ക് കഴിഞ്ഞിട്ട് നേരെ പെട്ടെന്ന് ഓടിപ്പടച്ചിലേക്ക് പോകണം. എവിടെയാണ്? നമ്മുടെ അനുവിൻ്റെ കല്യാണമാണ്. എൻ്റെ പണ്ട് സ്കൂളിൽ തൊട്ട് പഠിക്കുന്ന സമയത്ത് തൊട്ടുള്ള പരിചയമാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിനങ്ങാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവനെ മെനക്കെട്ട് കിടന്ന് വിളി ഞാൻ പോകണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. കാരണം വിളക്ക് കഴിഞ്ഞ് ഓടിയെത്താൻ നടക്കത്തില്ല. ഇത് ഞാൻ സഹിച്ച പതുക്കെ പിടിച്ച് നൈസിനോട് ഇട്ടു. ഇത് ഞാനിവിടെ വന്നിട്ട് പോകാം 7 ആവട്ടത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ചേച്ചിയുടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കടയിൽ നിന്നിട്ട് പോയിട്ട്. അപ്പോൾ ഞാൻ കടയിലൂടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളത് വീട്ടിലോട്ട് കയറി പോവാണ് കേട്ടോ. 7 മണിയായി. അപ്പോൾ അവയ്ക്ക് നോക്കിയത് ഇത്രയും നേരം എവിടെ പോയിരുന്നുകൊണ്ടൊക്കെ എനിക്ക് ഉഴപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ എന്തായാലും എത്തിപ്പെട്ടോണ്ട് കുഴപ്പമില്ല കേട്ടോ. പോവാതിരുന്നെങ്കിൽ വലിയ ഇതായി പോയിരുന്നു. പിന്നെ അവൻ്റെ വീണ്ടും നമ്മളെ മുഖത്ത് നോക്കേണ്ടതല്ലേ. ഞാൻ പോണോ വേണ്ടെന്നൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് മനസ്സിലായിരുന്നു. പിന്നെ ഓടിയെത്തി ഞാൻ അമ്പലത്തിലെ പ്രസാദം പോലും വീട്ടിൽ കൊടുക്കാതെ നേരെ കൊണ്ടങ്ങ് വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. പോയിട്ട് വന്നിട്ടാണ് എല്ലാവർക്കും പ്രസാദം കൊടുത്തിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഞാനും വലിയ സൈതേച്ചിയും മോനും നമ്മളെല്ലാവരും പോയിട്ട്. അപ്പം ഏകദേശം ആൾക്കാരൊക്കെ വന്നും പോയി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വീഡിയോക്ക് പോസ്റ്റ് ചെയ്ത് അവൾ യൂട്യൂബറാണ് വീട്ടിൽ പോസ്റ്റ് ചെയ്ത് കൊടുത്തൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ. വൈറലാക്കും എന്നൊക്കെ പറഞ്ഞത് ഞാനവിടെ ജസ്റ്റ് അവിടെ നിന്ന് ജൈസിലൊരു വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോയതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, കാരണം തിരക്ക് കഴിഞ്ഞു. അപ്പൊ ഈ പാട്ട് കേട്ടത് മനുവണ്ണന്റെ വൈഫാണ് കേട്ടോ. ഇവന്റെ ചേട്ടന്റെ വൈഫാണ്. അപ്പൊ അവരുടെ ഗാനമേളം കാര്യങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങി അവിടെ. ഞാൻ പിന്നെ ഇന്ന് പോയുള്ളൂ കേട്ടോ. അപ്പൊ ഇവനും പാട്ട് പാടുന്നു കേട്ടോ. അപ്പൊ നോക്കുമ്പോ കല്യാണി ചെറുക്ക പാടാമോ, ഞാൻ പറഞ്ഞു നീയും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ നല്ല വൃത്തിയായിട്ട് പാടുന്നു കേട്ടോ. അവരുടെ പാട്ട് കേട്ടില്ലേ? അപ്പൊ ഞാൻ ഇവന്റെ പാട്ട് കേട്ടില്ല, മനുവന്റെ പാട്ട് അവള് കൂടെ കേൾക്കാറുണ്ട് കേട്ടോ. ഇവന്റെ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. അപ്പൊ അവർ ഭാര്യ ഭർത്താവ് ഒരു സൈഡ് പാടുവാണെന്ന് ഞാൻ നോക്കുമ്പോൾ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോയി 2 വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ പിന്നെ 8:30 സഞ്ജുവിന്റെ കാലത്ത് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. അപ്പൊ അണ്ണന് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ നിന്ന് ഏകദേശം 9-9:15 ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പൊ അടുത്തടുത്ത വീഡിയോ ഇടുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ